എറണാകുളം കൂത്താട്ടുകുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡ് നാശത്തിന്റെ വക്കിൽ 1 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉപയോഗശൂന്യമാണ്. വിഷയത്തിൽ സ്ഥലം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബും പ്രതിഷേധവുമായി രംഗത്തെത്തി. 1,79,00,000 രൂപ ചെലവഴിച്ചാണ് കൂത്താട്ടുകുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത്. സ്ഥലം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ജനങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്നില്ലെന്ന് കാട്ടി സ്ഥലം എംഎൽഎ തന്നെ രംഗത്തെത്തി. ഇന്ന് പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ ഫണ്ട് ആവശ്യപ്പെട്ട് എംഎൽഎയോട് ആവശ്യപ്പെടുമ്പോൾ 2021 കാലയളവിൽ 1 രൂപ പോലും പ്രാദേശിക വികസനത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം സർക്കാർ പൂർണ്ണമായും തുക അവരങ്ങ് ഏറ്റെടുത്തു, എംഎൽഎ ഫണ്ട് ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന ഗോഷ്ഠിയാണ് ഈ ഐസൊലേഷൻ വാർഡിൽ ഇന്ന് രോഗികൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രിയാണ് കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പുതുവർഷത്തോടനുബന്ധിച്ചാണ് കെട്ടിടത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 10 കിടക്കകൾ സജ്ജീകരിച്ചിട്ടുള്ള വാർഡിൽ 5 ശുചിമുറികളാണുള്ളത്. ഇവയിൽ 2 നിലവിൽ ഉപയോഗശൂന്യമാണ്. പുരുഷന്മാരുടെ ശുചിമുറിക്കുള്ളിൽ ശുചിമുറി മാലിന്യം തളം കെട്ടിക്കിടക്കുന്നതായും പരാതിയുണ്ട്. ഭിന്നശേഷിക്കാർക്കായി നിർമ്മിച്ച ശുചിമുറിയിലും അവസ്ഥ വ്യത്യസ്തമല്ല. ഇലക്ട്രിക്കൽ റൂമിന് ഗുണനിലവാരമില്ലാത്തതിനാൽ ജീവനക്കാരിലൊരാൾക്ക് ഷോക്കേറ്റു. കെട്ടിടത്തിന്റെ നിലവിലെ ശോചനീയാവസ്ഥ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, കൊച്ചി.